എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയുന്നത് മക്കള് നശിക്കാനുള്ള കാരണങ്ങൾ, അതായത് സന്തതികൾ നശിക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളുമാണ്. സായണാചാര്യൻ തൻ്റെ കർമ്മവിഭാഗ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജന്മാന്തരകൃതമായ പാപകർമ്മങ്ങളുടെ ഫലങ്ങളാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. അതിൻ്റെ പ്രായശ്ചിത്ത പരിഹാരങ്ങൾ വിധിപ്രകാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടാനും അവർക്ക് ഗുണങ്ങൾ വന്നു ചേരാനും അവരുടെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആചാര്യൻ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ആ ശ്ലോക വിഷയം ഇങ്ങനെയാണ്: ഹേതുർബാലവദണ്ഡഭക്ഷണ ഗുരുദ്വേഷന്യതായാത വിദ്വേഷ പ്രാണിഗണാദനാനി ജനനീ വിദ്വേഷണം വാ ശിശോഹോ ഹിംസാ ബാലമൃഗസ്യ പാർവണമുഖശ്രാദ്ധക്രിയാലോപനം സന്തത്യാഭവസ്യ കാഞ്ചനമയും ദേനും പ്രതദ്യാദിഹ. ഇപ്പൊ ഇവിടെ പറയുന്നത് ഇതിന്റെ ഹേതുവാണ് ആദ്യം പറയുന്നത്. ഹേതുർ ബാലവധാണ്ഡം. അപ്പൊ ബാലവധ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ നശിപ്പിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഭ്രൂണഹത്യയൊക്കെ ചെയ്യുക, കുട്ടികളെ ദ്രോഹിക്കുക, അപ്പോൾ വധദുരിത സമാനമായ അവസ്ഥ അവർക്ക് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ബാലവധ എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അണ്ഡഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുക, അതായത് മുട്ടകൾ കഴിക്കുക, അത് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ മുട്ടകളൊക്കെ നശിപ്പിക്കുക, ഇതൊക്കെ ദോഷപ്രദമായിട്ടാണ് പറയുന്നത്. ഗുരുദ്വേഷാത്, നമ്മളെ ഗുരുജനങ്ങളൊക്കെ വിദ്വേഷിക്കുക, അവരെ ദ്രോഹിക്കുക, അവരുടെ അപ്രീതികളൊക്കെ സമ്പാദിക്കുക, ഇതൊക്കെ ദോഷമായിട്ടാണ് പറയുന്നത്. നമ്മളെ ഗുരുജനങ്ങളെയൊക്കെ വേണ്ട പോലെ സന്തോഷിപ്പിക്കണം, അവരുടെ അപ്രീതികളൊന്നും സമ്പാദിക്കാൻ പാടില്ല, അവരെ വേണ്ട പോലെ പൂജിക്കണം. അന്യതായാത വിദ്വേഷ, ബന്ധുക്കളോട് വിദ്വേഷം പുലർത്തുന്ന വിഷയങ്ങളും പാടില്ല. എല്ലാവരും, അതാണ് നമ്മൾ വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അതെൻ്റെതാണ് ഇത് നിൻ്റെതാണെന്നുള്ളതായ ആ ഭാവങ്ങളൊക്കെ വെടിഞ്ഞ് വസുധൈവ കുടുംബകം, ഇപ്പോൾ നമ്മളെ ഭൂമി, നമ്മുടെ വസുധ, എല്ലാവരും ഒരു കുടുംബമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് ജീവിക്കണം. വിദ്വേഷങ്ങളൊന്നും പൊളിച്ചു പുലർത്താൻ പാടില്ല. പ്രാണികത അനനാനി, അതുപോലെ തന്നെ നമ്മളെ മനുഷ്യജന്മം പറയാന്ന് മറ്റുള്ള ജീവികളും. അപ്പോൾ നമുക്ക് ആ പ്രയാസം വരുമ്പോൾ പ്രാണികൾക്ക് പറയുമ്പോൾ ഇവിടെ മറ്റു മൃഗാദികൾക്കൊക്കെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കണം. അവർക്ക് രോഗങ്ങൾ വന്നാൽ അതിനെ ചികിത്സിക്കണം. ജനനീ വിദ്വേഷണം, പ്രത്യേകിച്ച് പറഞ്ഞു നമ്മുടെ അമ്മമാര് വളരെയധികം വേണ്ടപ്പെട്ടവരാണ്. നമ്മളെ അമ്മമാര്, അവരോടൊന്നും വിദ്വേഷം കാണിക്കാൻ പാടില്ല. അമ്മമാരെ എപ്പോഴും സന്തോഷിപ്പിക്കണം. അമ്മയാണ് തസ്മൈ ജനനീ നമഃ എന്ന് ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമുക്കൊരു ജന്മം തന്നത്. അപ്പോൾ ആ അമ്മയോട്, അതുപോലെ തന്നെ നമ്മുടെ മാതൃപരമ്പരകളോടും അമ്മമാരോടും, എല്ലാ അമ്മമാരും നമ്മുടെ സ്വന്തം അമ്മയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സന്തോഷത്തിൽ പെരുമാറണം. പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, ശുശ്രൂഷാർത്ഥ സമർപ്പണാതിരുഹ പ്രീതിയും വിദഗ്ധതയോ, മരിച്ചിട്ടല്ല ചെയ്യേണ്ടത്, മരിക്കുന്നതിന് മുപ്പട്ടെ അവരെ ശുശ്രൂഷ കൊണ്ടും അർത്ഥസമർപ്പണം കൊണ്ടും ശുശ്രൂഷിച്ചും അവരുടെ പ്രീതികൾ സമ്പാദിക്കണം. വാ ശിശോഹോ, അതുപോലെ അമ്മയും മക്കളെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ പാടില്ല. എവിടെയെങ്കിലും വൈപരീത്യാക്കുന്ന അവസ്ഥകൾ, പരസ്പരം അമ്മയും മക്കളും തമ്മിൽ തെറ്റിപ്പിക്കുന്ന അവസ്ഥ, അവർ തമ്മിലുള്ള സന്തോഷം കുറക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക, ഇതൊക്കെ വന്നാലും ഈ സന്താനനാശത്തിന് കാരണമായി വരുന്നൊക്കെ പറയുന്നത്. ഹിംസ ബാലമൃഗസ്യ, അതുപോലെ കുഞ്ഞു മൃഗങ്ങളൊക്കെ, ചെറിയ കുട്ടിമൃഗങ്ങളൊക്കെ നശിപ്പിക്കുക, അവരെ ഹിംസിക്കുക, അതൊക്കെ ഏറ്റവും ദോഷമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പാർവണമുഖശ്രാദ്ധക്രിയാലോപനം, ഇപ്പോൾ അമാവാസി മുതലായ വാവൊക്കെ വേണ്ട പോലെ എടുക്കണം. പണ്ടുള്ളവരൊക്കെ കൃത്യമായിട്ട് എടുക്കുമല്ലോ. കാരണം പൂർവികരെ സ്മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്താന പരമ്പരകളൊക്കെ. കാരണം അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമ്മളെ പിതാവിനെയും അമ്മേനെയും അച്ഛനെയും നല്ലോണം വിചാരിക്കുക. അവരില്ലെങ്കിൽ നമ്മയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളതായ ഒരു ഇതാണല്ലോ നമ്മൾ ഈ വാവ് മുതലായ കർമ്മങ്ങളും, അതുപോലെ തന്നെ ശ്രാദ്ധകർമ്മങ്ങൾ, മരിച്ച ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾ,
ഇതൊക്കെ അതിനുള്ളതായ ഒരു പ്രതിവിധി തന്നെയാണ്. കാരണം അവരെ സ്മരിക്കുക, അങ്ങനെയുള്ള ഒരു ദിവസം മാത്രമേ നമ്മൾ അവരെ സ്മരിക്കുന്നുള്ളൂ. അത് വിശേഷമായിട്ട് സ്മരിക്കണം. അപ്പൊ ഏത് പ്രസ്ഥാനങ്ങളായാലും മൺമറഞ്ഞു പോയവരും മറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ഒഴിവാക്കുന്നില്ല. എല്ലാ പ്രസ്ഥാനങ്ങളും അതാത് പ്രസ്ഥാനങ്ങളിലെ ഗുരുവര്യന്മാരെയും എല്ലാവരെയും വേണ്ട പോലെ നേതാക്കന്മാരായാലും അവരൊക്കെ ഇന്നും നമ്മൾ പുഷ്പാർച്ചന ചെയ്തിട്ടും ആ ദിവസം സ്മരിച്ചിട്ടും ചെയ്യുന്നുണ്ട്. നമ്മളെ മറ്റുള്ള വിഷയമാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ പിതാവിനെയും അച്ഛനെയും അമ്മേനെയും വാവെടുത്തിട്ടും അതുപോലെ തന്നെ മരിച്ച ദിവസം പ്രാധാന്യം കൊടുത്തും ചെയ്യുന്നു. അത്രയും വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോകാനും അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ അഭിവൃദ്ധിപ്പെടാനും അത് ഇടവരുത്തും എന്നൊക്കെയാണ് ഈ പാർവണമുഖ ശ്രാദ്ധക്രിയാ ലോപനം. അത് ലോപനം ചെയ്യാൻ പാടില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ സന്തതി പരമ്പരകൾ ഇല്ലാണ്ടാകും എന്നൊക്കെ പറയുന്നു. സന്തസ്യാഭവസ്യ കാഞ്ചനമയീം ധേനും പ്രഗദ്യാദിഹ. ഇപ്പൊ ഇവിടെ അതിന് പരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിധിപ്രകാരം തന്നെ ഉണ്ടാക്കിയതായ കാമധേനു പ്രതിമ, അതായത് ചെറിയൊരു കാമധേനു പ്രതിമ വിധിപ്രകാരം ഉണ്ടാക്കി ദാനം ചെയ്യണമെന്ന് പറയുന്നു. അത് ശുദ്ധമായ സ്വർണം കൊണ്ട്, അതായത് ചെറിയ രൂപത്തിലുള്ള ഒക്കെ വിധിപ്രകാരമുള്ള ആചാര്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ യഥാശക്തിയുള്ള സ്വർണം കൊണ്ട് പശുവിന്റെ രൂപം ഉണ്ടാക്കി അതിന് വെള്ളിക്കുളമ്പ് കെട്ടിച്ച് ചെമ്പ് കൊണ്ട് അതിന്റെ അകിട് ഉണ്ടാക്കി ഈ പ്രതിമാരൂപത്തിലേക്ക് കാമധേനുവിനെയോ അല്ലെങ്കിൽ ഗോമാതാവിനെയോ ഒക്കെ സങ്കല്പിച്ച് യഥാവിധി പൂജ നടത്തി ഗന്ധപുഷ്പധൂപദീപാദികളൊക്കെ സമർപ്പിച്ച് യോഗ്യനായിരിക്കുന്ന വേദജ്ഞനും സദാചാര സമ്പന്നനും ദാനത്തിന് അർഹനുമായ ആചാര്യനും താമ്പൂലാദികളും ദക്ഷിണകളും കൂടിയിട്ട് ആദരിച്ച് എല്ലാ പാപങ്ങളും നശിക്കണമെന്ന് മനസ്സിൽ വേണ്ടവിധം പ്രാർത്ഥിച്ച് ആ യോഗ്യനായ ആചാര്യന്റെ കയ്യിലേക്ക് ആ വിധിപ്രകാരമുള്ളതായ ജലദാനത്തോടുകൂടി സ്വർണധേനുവും കൂടി യം കാഞ്ചനമയി ധേനു എന്നുള്ള മന്ത്രത്തോട് കൂടിയിട്ട് ദാനം ചെയ്യണം. അപ്പോൾ അത് വളരെയധികം ആ ദാനത്തിന് അർഹനായിരിക്കുന്ന അദ്ദേഹം അങ്ങനെയുള്ള ആളായിരിക്കണം. അനുഗ്രഹം കൊടുക്കാനുള്ള ശക്തിയുള്ള അദ്ദേഹത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കി നമ്മുടെ കുടുംബ പരമ്പരകൾ അഭിവൃദ്ധിപ്പെട്ടു വരാൻ ഇടവരുമെന്നാണ് സായനാചാര്യൻ തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ സന്തതി അഭാവത്തിനുള്ള കാരണങ്ങളും പ്രതിവിധിയും പറഞ്ഞ അതിലാണ് ഈ വിഷയം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.